സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ കൃഷി ചെയ്യപ്പെടുന്ന ശീതകാല പച്ചക്കറി ഇനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വട്ടവട, കാന്തല്ലൂർ പ്രദേശങ്ങളെ ശീതകാല പച്ചക്കറി വിളകളുടെ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. മറയൂർ ശർക്കര, കാന്തല്ലൂർ വെളുത്തുള്ളി എന്നിവയ്ക്ക് ഭൗമസൂചക പദവി നേടിയെടുക്കാൻ കഴിഞ്ഞതും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. ഹോർട്ടികോർ മുഖാന്തരം പച്ചക്കറികളുടെ സംഭരണം, സ്റ്റോറേജ് എന്നിവയും നല്ല രീതിയിൽ നടന്നു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള നിർമ്മിതിക്ക് കർഷകരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരകൃഷിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം. 232 കേരഗ്രാമങ്ങൾ സംസ്ഥാനത്ത് പുതിയതായി സ്ഥാപിച്ചു. നാളികേര വികസന കൗൺസിലിന്റെ ഭാഗമായി 36.9 ലക്ഷം തെങ്ങിൻ തൈകൾ 50% സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു. നാളികേര സംഭരണത്തിൽ ഒരു തെങ്ങിന്റെ വാർഷിക ഉൽപ്പാദനം 50 നാളികേരം എന്നത് 70 ഉയർത്തി. മാത്രമല്ല, ഭൂമിയുടെ പരിധി 5 ഏക്കറിൽ നിന്ന് 15 ഏക്കറായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പുതുതായി കൃഷി ഇറക്കുന്നതിനും ആവർത്തന കൃഷിക്കും ഹെക്ടറിന് 25,000 രൂപ നിരക്കിൽ ധനസഹായം നൽകി വരുന്നുണ്ട്. അതുകൂടാതെ ഉൽപ്പാദനക്ഷമതാ വർധനവിന് വേണ്ടി വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ചെയ്യുന്നതിന് ഹെക്ടറിന് 5,000 രൂപയും മരുന്ന് തളിക്കുന്നതിന് ഹെക്ടറിന് 75,000 രൂപയും ധനസഹായം നൽകി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റബ്ബർ ഉൽപ്പാദന സംഘങ്ങളുടെ നവീകരണത്തിന്റെ ഭാഗമായി സംസ്കരണശാലയുടെ പ്രവർത്തനങ്ങൾക്കായി പരമാവധി 6 ലക്ഷം രൂപ വരെ ലഭ്യമാകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബർ മേഖലയിൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് 1,050 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന കേരള റബ്ബർ ലിമിറ്റഡ് കമ്പനി. ഇതിനായി വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ക്യാമ്പസിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ റബ്ബർ മേഖലയ്ക്ക് ഉണർവ് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റബ്ബർ കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. തീരുവയില്ലാത്ത സ്വാഭാവിക റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉണക്ക റബ്ബറിന്റെ ഇറക്കുമതി തീരുവ 70% ഉയർത്തണമെന്നും മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തത് സംസ്ഥാന സർക്കാരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.